ഞാനെത്തുമ്പോൾ സ്പോട്ടിലെത്തുമ്പോൾ ബസ്സും കാറും കൂട്ടിയിടിച്ച് നിൽക്കുന്ന കാണണം. അങ്ങനെ ഞങ്ങൾ കാറിലുള്ള ബാക്കിൽ നിന്ന് ഞാനൊരു പെൺകുട്ടിനെ എടുത്ത് നേരെ റിലീഫിലേക്ക് പോന്നു. അങ്ങനെ ബസ് ബാക്ക് എടുക്കുമ്പോൾ കാർ അതിൻ്റെ ഒപ്പം പോവാണ്. കാർ ഇങ്ങോട്ട് വലിക്കുമ്പോൾ ബസ് ഇങ്ങോട്ട് പോരുമായിരുന്നു. അത്രയും അങ്ങനെ കൂട്ടിയിടിച്ചിട്ട് ബാക്കിലുള്ള 2 സ്ത്രീകളാണ് മരിച്ചത്. പിന്നെ മുന്നിലുള്ള ഡ്രൈവറും മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റത്തെ ആളെടുത്തിട്ട് ഈ ഗൾഫ് പോയവൻ്റെ വൈഫിനെ കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വേറെ റിലീഫിലേക്ക് പോരുന്നത്. റിലീഫിൽ നിന്ന് ആ കുട്ടീനെ മെഡിക്കൽ കോളേജിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോയി. പിന്നെ കുട്ടീൻ്റെ ഒരു ഇബ്രാഹിംക്ക എന്ന് പറഞ്ഞ മൂപ്പരെ മകളും പിന്നെ ആ മകളെ അമ്മായിമ്മയാണ് ഇവിടെ കൊണ്ടുപോയിട്ട് റിലീഫിൽ മരിച്ചു കിടക്കുന്നത്. പിന്നെ ഇബ്രാഹിംഖാനാണ്. അപ്പം ഇബ്രാഹിംഖാനെ ഇവിടുന്ന് കുറച്ച് സീരിയസ് ആയി അത്യാവശ്യം നല്ല സീരിയസ് ആണ്. മൂപ്പര ഇപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ പോലീസ് എൻക്വയറി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം പോസ്റ്റ്മോർട്ടത്തിനുള്ള ഇവിടുന്ന് മഞ്ചേരിക്ക് 2 ബോഡി ഇവിടുന്ന് പോകും. ഒരു ബോഡി ഉള്ളത് മഞ്ചേരിയാണ്. അവിടെ ബസ്സും കാറും ആക്സിഡൻ്റ് ആയത് ഞങ്ങൾ കണ്ടു. ഭയങ്കര സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഓടി ചെന്നപ്പോൾ ബസ്സിൻ്റെ ഉള്ളിൽ കാറ് കുടുങ്ങി കിടക്കുന്നതാണ് കണ്ടത്. അപ്പോൾ പിന്നെ നാട്ടുകാരെല്ലാവരും കൂടിക്കാണ്ട് വലിച്ചെടുത്ത് അങ്ങനെ കൊണ്ടോട്ടി റിലീഫ് ഹോസ്പിറ്റലിൽ കൊടുന്നു. അതിൽ 2 ആൾ കൊണ്ടോട്ടി റിലീഫ് ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ചു. ഒരാൾ മഞ്ചേരി ജില്ലാസ്പത്രിയിലും മരിച്ചു. അങ്ങനെ 3 പേര് മരിച്ചു. 2 സ്ത്രീകളും ഒരു ആണാണ് മരിച്ചത്. പിന്നെ 2 പേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചെയ്തു.